ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു ഹെയർ ഗ്രോത്ത് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ട കുറച്ച് ചെമ്പരത്തിയാണ് കേട്ടോ ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത്. മുടിയിൽ ഒത്തിരി ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അതുപോലെ മുടി പൊട്ടിപ്പോകുന്ന കാര്യങ്ങളും ഈ ഡാൻഡ്രഫ് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം ഈ ഓയിൽ ഹെൽപ്ഫുള്ളാണ്. അതുമാത്രമല്ല നമ്മുടെ മുടി അത്യാവശ്യം നല്ല കട്ടിയിൽ നന്നായി തിക്കായിട്ടും ഹെൽത്തിയർ ആയിട്ടും വളരാനും ഇത് സഹായിക്കും. അതിനുവേണ്ടി കുറച്ചധികം ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഒരു ഇരുമ്പ് പാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ലതാണ് ഇരുമ്പ് പാത്രത്തിൽ എണ്ണ കാച്ചുന്നത്. നമ്മുടെ മുടിക്കും നമ്മുടെ ഹെൽത്തിനും വളരെ ബെനിഫിറ്റ്സ് ആണ് അത് കാരണം. സോ കുറച്ച് അധികം ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചെമ്പരത്തി 3 കളറിലാണ് എടുത്തിട്ടുള്ളത്. റോസ് ഉണ്ട്, വേറൊരു ക്രീം കളറും പിന്നെ റെഡ് കളർ ചെമ്പരത്തി ഉണ്ട്. കുറച്ചധികം ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയുടെ ഇല, വേപ്പിലയും കൂടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്ക് മുടിക്ക് ഒരുപാട് കളർ കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് നല്ല കറുപ്പ് കളർ കിട്ടും. പനിക്കൂർക്കയുടെ ഇല അല്ലെങ്കിൽ കണക്കൂർക്കാന്നും കുറച്ച്, ഇവിടെ പാലക്കാട് സൈഡിലൊക്കെ കണക്കൂർക്കയുടെ ഇല എന്നാണ് പറയുക. ഇതാണ് കേശവർദ്ധിനി കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും. ഒരു കുട്ടി വയലറ്റ് പൂവായിരിക്കും ഇതിനുണ്ടാവുക. നമുക്ക് മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം കൊടുക്കുന്നത് കേശവർദ്ധിനി സഹായിക്കാറുണ്ട്. പിന്നെ കുറച്ച് തുളസി ഇല, കരിന്തുളസി ഇലയാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്നത്. പനിക്കൂർക്കയുടെ ഇല ഈ കോൾഡൊക്കെ വരുന്നവർക്ക് ഒരുപാട് കോൾഡ് വരാണ്ട് നോക്കാൻ നമുക്ക് സഹായിക്കില്ല. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കണക്കൂർക്കയുടെ ഇലയൊക്കെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയവരും അത് യൂസ് ചെയ്യാറുണ്ട്, വെറുതെ നമ്മൾ കഴിക്കാറുമുണ്ട്. അപ്പോൾ ഇതിനെയാണ് കഞ്ഞുണ്ണി എന്ന് പറയുക കേട്ടോ. പറമ്പിലൊക്കെ ഒത്തിരി ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത്. 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ എണ്ണ ആട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എണ്ണ കുറച്ചായിട്ട് അതിൻ്റെ മട്ട് അടിയിൽ കുറച്ച് ആ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവില്ല, അത് മാറ്റാൻ വേണ്ടി നമ്മളതിങ്ങനെ ഊറാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 4 പേരുള്ള വീട്ടിലാണെങ്കിൽ അത്യാവശ്യം നിറയെ എണ്ണ വേണം. 4 പേർക്കും തേക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തോളൂ. കാരണം ഇത് നമ്മൾക്ക് കാച്ചി വരുന്ന സമയത്ത്, അതായത് തിളച്ച് വരുമ്പോൾ എണ്ണ അളവ് കുറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്തിരി അധികം എണ്ണ തന്നെ, ആട്ടി എണ്ണയായാൽ അത്രയും നന്നെന്നാണ് പറയുക. അപ്പോൾ ഈ ഇലകളെല്ലാം കൂടി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ മിക്സിയിലൊന്ന് അടിക്കുക. അതിന് മുന്നേ കുറച്ച് ഉലുവ ഇടുകയാണ് കേട്ടോ. തമിഴിൽ വെന്തയം എന്ന് പറയും. കുറച്ചധികം ഉലുവ ഇടുന്നത് വളരെ നല്ലതാണ് നമ്മുടെ തലയ്ക്ക്. മുടിക്ക് കുറച്ച് സിൽക്കി ഹെയർ ആയിട്ട് നമുക്ക് മാറാനും സഹായിക്കും. ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് കരിഞ്ജീരകവും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. കരിഞ്ജീരകം കുറച്ച് അധികം ഇട്ടാലും തെറ്റില്ല, കാരണം അതും നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ഇലകളെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി സമയം എടുക്കും. ഇതെന്തായാലും ലോ ഫ്ലെയിമിലായതുകൊണ്ട് തിളയ്ക്കാൻ ടൈം എടുക്കണതുകൊണ്ട് നമ്മൾ ആ സമയം കൊണ്ട് കുറച്ച് മിക്സിയിൽ പകുതി എടുത്തിട്ടാൽ മതി. മേലോടുള്ള ഇലകളൊന്നും പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് എല്ലാവരും കുറച്ച് എടുത്ത് അതൊന്ന് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞ ഇലകളിൽ ചതച്ച് കഴിഞ്ഞതൊക്കെ വേഗം അത് എണ്ണയിലോട്ട് ഇടുക. മെല്ലെ അത് തിളയ്ക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളിത് മുഴുവൻ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിങ്ങനെ പൊടിയായിട്ട്, അത് നല്ലോണം ചതയരുത്. അത്യാവശ്യം ഒത്തിരി ഒന്ന് നമുക്ക് ഊറിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് വേണം കേട്ടോ അതൊന്ന് ചതയ്ക്കാൻ. ചതച്ചതിന് ശേഷം നമ്മൾ ഈ ചെമ്പരത്തി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമുക്ക് ഏറ്റവും അറ്റത്ത് ആ ഗ്രീൻ കളർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്ന് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ചെമ്പരത്തി അങ്ങനെ ഇടുകയാണ്. ഈ മഞ്ഞ കളറിലെ നടുവിലുള്ള പൂവും ചിലപ്പോൾ എടുക്കാറ്, പക്ഷെ ഞങ്ങൾ അതും ഇടുകയാണ് ചെയ്തത് കേട്ടോ. ഒത്തിരി പേര് അത് ഇടാറില്ല. അപ്പോൾ അത് എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ചെമ്പരത്തിയുടെ കളറൊക്കെ മാറി തുടങ്ങി അല്ലേ. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത്രയും ചെയ്തതിന് ശേഷം ഇടയ്ക്ക് എണ്ണ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നന്നാവും. ഇപ്പം നമ്മളുടെ ആ എണ്ണയുടെ കളറൊക്കെ ഒരു പച്ച നിറം വന്നിട്ടുണ്ട് അല്ലേ. ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് 2-3 മണിക്കൂർ എടുക്കും ഇതാ ഒരു എണ്ണ ഒന്ന് പാകമായി വരേണ്ടത്. അത്യാവശ്യം നമുക്കെല്ലാം എന്താ ഒന്ന് കരിഞ്ഞൊരു ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഈ ഇലകളെല്ലാം ചതച്ച ഇലകളൊക്കെ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ആ എണ്ണ ഒന്ന് തിളച്ച് ആ എണ്ണയും അതും കൂടി ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് എണ്ണയുടെ കളർ വരിക കേട്ടോ. ഇതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി എടുക്കണം. എണ്ണ ഒരു ബ്രൗൺ കളർ ആയിക്കൊണ്ട് വരികയാണ് കേട്ടോ. നല്ല മണം ഉണ്ടാവും. നമുക്കിത് വീട് മുഴുവൻ സൂപ്പർ അടിപൊളി മണമായിരിക്കും കേട്ടോ എണ്ണയുടെ. അപ്പോൾ ഇതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുക്കുക. ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഇരുമ്പിൻ്റെ ചട്ടി അങ്ങനെ കമത്തുക. ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെക്കുക. അടിയിൽ വലിയൊരു ബേസിൻ വെക്കുക. എണ്ണ അപ്പം നമുക്കങ്ങനെ ഊറി കിട്ടും. നാളത്തേക്ക് നല്ലൊരു കുപ്പിയൊക്കെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ച് വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കും.